സ്വാമി ശരണം. വലൈക്കും അസ്സലാം. അല്ല ശരണം അയ്യപ്പ. ഓക്കെ. സാറ് സ്വാമിയാണോ? എന്നാ പോണേ മകരവിളക്കിനാ? അതെ. ഇതെന്ത് പറ്റി സാറേ മാലടാൻ? ഭാര്യയ്ക്ക് മോൾക്ക് ഒരേ നിർബന്ധം. മൂപ്പർക്ക് തോന്നിയിട്ടൊന്നല്ല. എന്തെങ്കിലും പറഞ്ഞോ? അല്ല സാറിന് ബുദ്ധി തോന്നിയത് നന്നായി. സാറപ്പോ വൃതാണോ? അതെ, ഇന്ന് മുതല് ഫുള്ള് വെജ്ജ. അതെ, നിങ്ങളതിൽ എത്ര ദിവസമായി വ്രതോ? 41 ദിവസം. ഒരു കൊല്ലാക്കാൻ പറ്റുമോ? എന്തൊരു മനസ്സമാധാനം ഉണ്ടാവും മൂപ്പരെ വീട്ടിലും നമ്മളെ ഓഫീസിലും. സ്വാമി ശരണം. മൊയ്തുവേ, നമ്മുടെ ആ കർഷകർക്ക് ഒരു ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫയൽ വന്ന് തന്നിരുന്നല്ലോ, അതെന്തായി? പണി മുഴുവൻ കഴിഞ്ഞില്ലേ സാറേ? അതൊക്കെ മതി. സമയം പോലെ അതൊന്ന് ശ്രദ്ധിച്ചോളണം. സാറ് വരുമ്പോ അവിടുത്തെ പായസം കൊണ്ടുവരില്ലേ? അരവണ. അപ്പോ അരവണ എല്ലാവർക്കും കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര ഇഷ്ടത്. വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോ തരേ. ഇത് നന്നാക്കിയോ? നന്നാക്കി സാർ. വളരെ സ്മൂത്ത് ആയിട്ട് പോകണ്ട്. ഇന്നലെ രാത്രി നന്നാക്കി. സ്വാമി ശരണം. ഇതൊരു മാറ്റല്ലേ? അല്ലോ കോയ. അതെ, ഇതെന്താ സാറപ്പ ഇത് കഥ? സ്വാമി ശരണം. കാരണം അയ്യപ്പ, നിങ്ങളിപ്പോ മാലിട്ട് ഇനിയിപ്പോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ അജ്ജന് പോകുന്നുണ്ട്. എവിടേക്ക്? അജ്ജന് പോകുന്നുണ്ട് ഞാൻ. ഈ അജ്ജന് എന്താ വൃശ്ചിമാസത്തിൽ അജ്ജന് പോണേ? നോമ്പ് ആയിട്ട് എന്നിട്ട് വനക്ക് അജ്ജന് ഇതിപ്പോ അവിടെ പറഞ്ഞു കേട്ടിട്ട് ഈ തടിയപ്പാ നോക്കണ്ട. ഈ ഇനി മറുപടി പറയണോ? എന്താ തെങ്ങും തൈ തരാത്ത? എന്തെങ്കിലൊക്കെ തെങ്ങും തൈ തരാത്തേക്ക് വന്നിട്ട് ആരും വന്നില്ലാന്ന്. അപ്പൊ ഇങ്ങള് വന്നില്ലേ? ചിക്കൻ നാള് മുമ്പ് എന്തിനാ ഇവിടെ തെങ്ങും തൈ വരണ എടുത്തോളിയും കൊണ്ടുപോയിക്കോളി, ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഞാനിപ്പോ ഇതിന് മെനക്കെട്ടായി. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെയാണ്. വരുന്നുണ്ട് വരാത്തിന് ഞങ്ങൾ എന്താക്കാൻ വന്നാൽ തരൂല്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട് കുട്ടിയെ, അത് മനസ്സിലാക്കി. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങോട്ട് തന്ന തെങ്ങോണ്ടോ വെക്കാൻ പറ്റില്ല. മയക്കും മുമ്പ് ഇത് വെക്കണം, അതിന്റെ മൂടി കഴിഞ്ഞു. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ശരി, ഇപ്പൊ എന്തിനാ ഇവിടെ കയറി കുത്തിരിക്കണേ? അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. വന്നാൽ ഞങ്ങൾ പറയില്ലോ. നിങ്ങളൊന്നും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല. വെറുതെ ശമ്പളം മേടിക്കാൻ വേണ്ടി കുത്തിരിക്കാണ് കള്ള നായ്ക്കൾ. സ്വാമിയെ ശരണയ്യപ്പോ. സ്വാമിയെ, നിങ്ങൾ ഇരിക്കണത് പെട്ടെന്ന് മറന്നുപോയിട്ടോ. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങറുണ്ടായി കഴിഞ്ഞാൽ സ്വാമിയാരെ അല്ല ഹാഗിയാരെ കുറച്ചുകൂടെ ആത്മസംയമനം പാലിക്കും. അല്ല, എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല സാറേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ വയസ്സാം കാലത്ത് എത്ര തവണ ഇവിടെ കയറി വരണേ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ. എന്ത് പരിഹാരം ഉണ്ടാക്കണേ? നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ കൃഷി ഓഫീസർ. എന്താ കാര്യം? അതെ സാറേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാനിപ്പോ എത്രാമത്തെ തവണ ഈ ഒരു തെങ്ങും തൈക്ക് വേണ്ടി ഇവിടെ വരുന്നറിയോ? നിങ്ങളൊരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഓൻ പറഞ്ഞിട്ട് ആ ചങ്ങായി പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ എന്റെ വീട്ടിലെ റബ്ബറൊക്കെ വെട്ടി കുയ്യെടുത്ത് തെങ്ങും തൈ വെക്കാന്ന് വിചാരിച്ചു. 250 കുജ്ജാണ് വെട്ടിയേക്കണേ. തെങ്ങും തൈ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. പറഞ്ഞു ഇയാള് കേക്കണ്ടേ? ചെന്നുമുണ്ടായിക്കടോ. സ്വാമി ശരണം. സ്വാമി ശരണം. അതെ, ഞാൻ എന്താ കാര്യത്തിണ്ടോ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ഇതിപ്പോ മഴ പെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ 250 കുയ്യെടുത്ത് ഉണ്ടായിരുന്ന റബ്ബറൊക്കെ പോയി. അതിനിപ്പോ വേണ്ട വളം കാര്യങ്ങളും ആട്ടുംകാട്ടും ചാണകം ഒക്കെ ഇറക്കി ഇക്കണ്ട കായും ചെലവാക്കിയിട്ട് ഈ മഴ പെയ്ത് കുയില് വെള്ളം നിറഞ്ഞാൽ പിന്നെ ഒരു തെയ്യ് വെക്കാൻ പറ്റുമോ സാറേ? അതെ, നിങ്ങളെ പോലുള്ള കർഷകർ കൃഷി ചെയ്യാൻ വേണ്ടി വരുമ്പോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതെ, അതിനിപ്പോ നിങ്ങളിലൊക്കെ കുയില് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. തൈക്ക് തയ്യല്ലേ സ്വാമി സാർ. അപ്പൊ അത് വരട്ടെ, വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് തരും കേട്ടാ. അപ്പൊ അത് വരെ ഇപ്പൊ ആ കുയ്യും കുത്തിയിട്ട് കാലും നീട്ടിയിരിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേര സമൃദ്ധി പദ്ധതി പ്രകാരം കേരളത്തില് എത്ര തെങ്ങും തൈ ഞങ്ങൾ വിതരണം ചെയ്തു എന്നാ വിചാരിക്കണത്? എത്ര ചെയ്തു? 2 കോടിയിലധികം. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പൊ ഇവിടെ തെങ്ങിന്റെ കാട് വന്നിട്ട് അതിൽ കൂടെ ആനയും പുലി ഇറങ്ങിണ്ടാവും. എവിടെ നടക്കണതൊക്കെ നിങ്ങൾ പറയാന്നല്ലാണ്ട് എവിടെ നടന്നു? അതെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം കേട്ടാ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആയി പോയി. ആയിക്കോട്ടെ സാറേ, ഇനി നിങ്ങള് വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചോളി. നേരെ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ, ഒന്ന് ഫോൺ വിളിച്ചോളി. എന്റെ ഫോണിന്റെ കാര്യം കൂടി കളയാനോ? വിളിക്കണം. പോകുന്നത് പോക്കോട്ടെ, എന്തിനാ പിന്നെ വിളിച്ചു വരുത്തുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ സാർ? ഇങ്ങനെയുണ്ട് ജനങ്ങള്. ഒരു സ്വാമീന്റെ മുമ്പ് പറഞ്ഞ വർത്താനം കേട്ടില്ല നിങ്ങള്? സ്വാമി ശരണം. അല്ല സ്വാമി, അല്ല സാറേ, ഈ തെങ്ങും തൈ എന്താ വരാത്തെ? തെങ്ങും തൈ വരാത്തത് എന്താന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ഇന്നലെ കൂടി വിളിച്ച് ഫോളോ അപ്പ് ചെയ്തേ ഉള്ളൂ.
കാരണം ഈ കോയെ പോലെ തന്നെ ഒരുപാട് പേര് ദിവസം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടേ തെങ്ങും തൈക്ക്. ഉവ് എന്നെയും വിളിക്കുന്നുണ്ട്. വീട്ടിൽ ചില ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കണ്. ഓഫീസിലും രക്ഷയില്ല, വീട്ടിലും രക്ഷയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമാധാനം പറഞ്ഞ് സമാധാനിപ്പിക്കുക അല്ലേ? അല്ല എന്ത് ചെയ്യാൻ പറ്റുന്നേ. സാംശരണം. ശരി ശരി സാർ. ഇത് കുറച്ചുകൂടെ ഒക്കെ ഒരു സമാധാനം വേണം ജീവിതത്തിൽ കേട്ടോ. എല്ലാത്തിനും എടുത്ത് ചാടരുത്. സാറ് ആളുകൾ ഇങ്ങനെ പെരുമാറുമ്പോഴേ അറിയാണ്ട് പറഞ്ഞു പോണതാ. ആൾക്കാർ പല രീതിയിൽ പെരുമാറിയാലും നമ്മൾ സംയമനം പാലിക്കും കേട്ടോ. സാറിന് ഭയങ്കര മാറ്റാണ് ഇപ്പോ. മാലട്ടേനേഷേ സ്വാമി. സാറെല്ലാം പറയാണ്ട് പറഞ്ഞു പറ്റിച്ചു അല്ലേ? സ്വാമി ശരണം. എന്തേ? അതെ, ഞാൻ സാറ് പറഞ്ഞ പോലെ ട്രോഫി വിൽക്കുന്ന കടയിൽ പോയി കർഷകശ്രീ അവാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. കർഷകശ്രീ അവാർഡ് ഒട്ടിച്ചിട്ട് നല്ലൊരു ട്രോഫി എനിക്ക് തന്നു. അപ്പം വേട്ടാ നിനക്ക് പത്മശ്രീ അവാർഡും കൂടി എനിക്ക് വേണ, ഒരു 500 രൂപ എന്നാ മതി പറഞ്ഞു. 500 കൊടുത്താന്നില്ലേ, ഇതെന്റെ ഒരു അഭിമാനമല്ല സാറേ. ഞാൻ 500 രൂപ കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡും ഒരു പത്മശ്രീ അവാർഡും രണ്ടും കൂടി എനിക്ക് തന്നു. ഒരു കർഷകശ്രീയും ഒരു പത്മശ്രീയും. ഞാൻ ഇങ്ങനെ നിൽക്കുക 2 ട്രോഫിയും വീട്ടിലുണ്ട് സാറേ. ഒരു അവാർഡ് ജേതാവുന്ന നിലയിൽ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനായി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് സാറേ, ആ വഴക്കേക്കാരെ കണ്ടോണ്ടല്ലോ, എല്ലാ മാസവും 2 സമയത്താണ് ഞാൻ ഉഴുതു മറിച്ചിട്ട് നെല്ലിടല്. ആ കിട്ടി കൃത്യമായിട്ട്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ വെറുതെ കിടക്കും തരിശായിട്ട്. കുഴപ്പമില്ല, നമ്മളെ നാട്ടിലെ കുഞ്ഞുകളും ഞാനടക്കം ക്രിക്കറ്റ് കളിക്കുന്നതാണ്, ഫുട്ബോൾ എല്ലാം കളിക്കും. ഈ സമയത്ത് മാത്രം കുണ്ടുവച്ച് വെക്കും, എല്ലാം ഉഴുതു മറിച്ചിടും, ആകെ നശിപ്പിച്ചടിയും ഈ കുഞ്ഞുകൾ കളിക്കുന്നതായിട്ട്. ഇപ്പൊ നാട്ടുകാർ എന്നോട് പറഞ്ഞു, ഏതായാലും ഒരു അവാർഡ് ജേതാവല്ലേ, ഇത് നീ ഇവിടെ പറയണം. സാർ അതിനൊരു തീരുമാനം എടുക്കാം. എന്റെ എളിയൊരു അഭിപ്രായം. പോയിക്കോട്ടെ സാർ. നന്ദിയുണ്ട് സാറേ. സ്വാമി ശരണം. താങ്ക് യു സാറേ. സാറ് രക്ഷപ്പെട്ടോ. ഞാൻ വിചാരിച്ചു സാറിനെ തല്ലാൻ വന്നാന്ന്. സ്വാമി ശരണം. സ്വാമിയേ ശരണം. അയ്യപ്പ. കോയ സാഹിബേ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്ക്. നല്ല തെങ്ങും തൈയാണെന്ന്, നല്ല ആരോഗ്യമുള്ള തെങ്ങും തൈയാണ്. 3-ാം കൊല്ലം കായ്ക്കും. കൊലയായി കായ്ക്കും. നിങ്ങൾ കൊണ്ടുപോക്കോ. ശരി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൊയ്ത് സാറേ, ഇവിടെ പാമ്പും പഴുതാരയൊക്കെ കാണും. അതെ മന്മതാ, എന്തായി സാറേ? കോയ സാഹിബിനും വേണ്ട അത്രേ. വേണ്ടെന്നാ? അയാൾക്കും വേണ്ടെന്നാ പറയണേ. അയാൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ വന്നിട്ട്. ഈ 100-800 തൈ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ്ടേ? സാറേ, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ വേണ്ട, ഇത് കൊലച്ചു തുടങ്ങി. ഇനി അത് തേങ്ങ വെട്ട ആളെ അന്വേഷിക്കേണ്ടി വരും. ആരെങ്കിലും വിളിച്ച് പറയെന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ വാട്സപ്പിലുള്ള ഗ്രൂപ്പിൽ മുഴുവൻ മെസ്സേജ് വിട്ടിക്കണേ. എല്ലാവരും വിവരം ലൈക്കും കമന്റൊക്കെ തരുന്നുണ്ട്. ആർക്കും വേണ്ട. എന്താ ചെയ്യാ?